നമസ്കാരം. സിസിടിവി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. കെപിസിസി ജനറൽ സെക്രട്ടറി പി.ടി. അജയ് മോഹൻ കുന്നംകുളത്തെ UDF സ്ഥാനാർത്ഥിയായേക്കും. പ്രഖ്യാപനം വൈകില്ലെന്ന സൂചന. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് ശേഷം കുന്നംകുളത്ത് ആവേശകരമായ സ്വീകരണവും റോഡ് ഷോയും ഒരുക്കുവാൻ UDF നേതൃത്വം. കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിനായി പോരാട്ടം നയിക്കാൻ KR റജിൽ. മണ്ഡലത്തിൽ സ്ഥിരമായി മത്സരിച്ചിരുന്ന BJP ഇക്കുറി സഖ്യകക്ഷിയായ BDJSന് സീറ്റ് വിട്ടു നൽകിയതോടുകൂടിയാണ് തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കൂടിയായ റജിലിന് സ്ഥാനാർത്ഥിത്വം ലഭിച്ചത്. കന്നിയംഗത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് KR റജിൽ. ഗുരുവായൂർ ക്ഷേത്രം മേൽശാന്തിയായി ചെറുപ്പളശ്ശേരി തെക്കുംപറമ്പത്ത് നാരായണൻ നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു. മേൽശാന്തിയാകുന്നത് ഇതാദ്യം. ഏപ്രിൽ 1-ന് ചുമതലയേൽക്കും. മണത്തലയിൽ പോലീസ് ജീപ്പും മിനിലോറിയും കൂട്ടിയിടിച്ച് 5 പേർക്ക് പരിക്ക്. ചാവക്കാട് സ്റ്റേഷനിലെ SI-മാരായ ബാസിത്ത്, ആഷിഫ്, പോലീസ് ഡ്രൈവർ അമർ, സുദർശന, മിനിലോറി ഡ്രൈവറായ സാദിഖ് എന്നിവർക്കാണ് പരിക്ക്. ബുധനാഴ്ച പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടങ്ങൾ. അണ്ടത്തോട് പ്രിയദർശിനി റോഡിൽ ഓടിട്ട വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. കല്ലുംപുറം ചാലിശ്ശേരി റോഡിലേക്ക് മരം കടപുഴകി വീണു. കാർഷിക മേഖലയിലും നാശനഷ്ടങ്ങൾ. വാർത്തകൾ വിശദമായി. KPCC ജനറൽ സെക്രട്ടറി P.T. അജയ് മോഹൻ കുന്നംകുളത്തെ UDF സ്ഥാനാർത്ഥിയായേക്കും. ഇതോടെ കുന്നംകുളത്തെ ചിത്രം തെളിയുകയാണ്. ഗുരുവായൂർ ദേവസ്വം മുൻ ചെയർമാനും MLA-യുമായിരുന്ന P.T. മോഹനകൃഷ്ണന്റെയും മഹിളാ കോൺഗ്രസ് നേതാവ് നളിനി മോഹനകൃഷ്ണന്റെയും മകനാണ്. മാറഞ്ചേരി എരമംഗലത്താണ് താമസം. കുന്നംകുളത്തെ UDF സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച നിരവധി പേരുകൾ ഇതിനകം ഉയർന്നിരുന്നു. സംസ്ഥാനത്തും ദില്ലിയിലും നടന്ന ദീർഘ ചർച്ചകൾക്കൊടുവിലാണ് കഴിഞ്ഞ ദിവസം രാത്രി P.T. അജയ് മോഹന്റെ പേര് കോൺഗ്രസ് നേതൃത്വം അംഗീകരിച്ച് തീർപ്പാക്കിയത്. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് അജയ് മോഹൻ രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത്. KSUയിലൂടെ പൊതുജീവിതം ആരംഭിച്ച അദ്ദേഹം നിലവിൽ KPCC ജനറൽ സെക്രട്ടറിയാണ്. KSU യൂണിറ്റ് ട്രഷറർ, യൂണിറ്റ് വൈസ് പ്രസിഡന്റ്, യൂണിവേഴ്സിറ്റി യൂണിയൻ കൌൺസിലർ, തലപ്പിള്ളി താലൂക്ക് വൈസ് പ്രസിഡന്റ്, KSU തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. പൊന്നാനി നിയമസഭാ മണ്ഡലത്തിന്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും പിന്നീട് മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായിരുന്നു. ശേഷം മലപ്പുറം DCC സെക്രട്ടറിയായി നിയമിതനായി. KPCC അംഗമായും തുടർന്ന് KPCC സെക്രട്ടറിയായും 20 വർഷത്തിലേറെ ഉത്തരവാദിത്തം വഹിച്ചു. മലപ്പുറം ജില്ലയിലെ UDF ചെയർമാനായി പ്രവർത്തിച്ചു വരികയാണ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പരപ്പനങ്ങാടി ഡിവിഷനെയും പള്ളിക്കൽ ഡിവിഷനെയും പ്രതിനിധീകരിച്ച് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗമായി 2 തവണ തെരഞ്ഞെടുക്കപ്പെട്ടു. പൊന്നാനി മണ്ഡലത്തിൽ നിന്ന് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2011-ലും 2016-ലും അജയ് മോഹൻ മത്സരിച്ചിരുന്നു. കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിനായി പോരാട്ടം നയിക്കാൻ KR റജിൽ. മണ്ഡലത്തിൽ സ്ഥിരമായി മത്സരിച്ചിരുന്ന BJP ഇക്കുറി സഖ്യകക്ഷിയായ BDJSന് സീറ്റ് നൽകിയതോടുകൂടിയാണ് തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കൂടിയായ റജിലിന് സ്ഥാനാർത്ഥിത്വം ലഭിച്ചത്. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന രംഗത്ത് SFIയിലൂടെയാണ് റജിൽ രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത്. വിദ്യാർത്ഥി കാലഘട്ടത്തിന് ശേഷം DYFIയുടെ പ്രാദേശിക കമ്മിറ്റി ഭാരവാഹിയായും CPIM അംഗമായും പ്രവർത്തിച്ചു. പിന്നീട് ഇടതു രാഷ്ട്രീയം വിട്ട റജിൽ 2015-ൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. UDFന്റെയും RMP, വെൽഫെയർ തുടങ്ങിയ കക്ഷികളുടെയും പിന്തുണയോടെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. BDJSന്റെ രൂപീകരണ കാലഘട്ടം മുതൽ പ്രവർത്തനത്തിൽ സജീവമായി. പിന്നീട് സംഘടനാ രംഗത്ത് സാന്നിധ്യം അറിയിച്ച റജിൽ നിലവിൽ BDJSന്റെ തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റാണ്. കക്കാട് മഹാഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം വ്യാഴാഴ്ച മുതൽ പ്രചരണ രംഗത്ത് സജീവമാകാൻ ഒരുങ്ങുകയാണ് റജിൽ. ദേശീയ ജനാധിപത്യ സഖ്യം ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് സ്ഥാനാർത്ഥി വ്യക്തമാക്കി. NDA കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം 30,000-നടുത്ത വോട്ടുകൾ പിടിച്ചിട്ടുള്ളത്. ആ വോട്ട് പിടിക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ എത്രമാത്രം ഉണ്ട്? നമുക്ക് വോട്ട് ശതമാനം നോക്കുമ്പോൾ അതിലും കൂടുതൽ നമുക്ക് പിടിക്കാൻ പറ്റും. ജയിക്കാൻ വേണ്ടിയിട്ടാണല്ലോ മത്സര രംഗത്തിലേക്ക് വരുന്നത്. ഇപ്പൊ നല്ലൊരു അനുകൂലമായ ഒരു സമയമാണ്. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഒത്തൊരുമയോടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു വിജയം. BJPയുടെയും BDJSന്റെയും പ്രവർത്തകർ ഒന്നിച്ച് ഒരേ മനസ്സോടെ പ്രവർത്തിക്കും.
ദേശീയ ജനാധിപത്യത്തിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണെന്നും മികച്ച വിജയം പ്രതീക്ഷിക്കുന്നുവെന്നും റെജിൽ കൂട്ടിച്ചേർത്തു. ഇന്ത്യ പറഞ്ഞാൽ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് ഇവിടെ ഉള്ളത്. അതിപ്പോ BJPയുടെ ഭാഗമാണെങ്കിലും BDJSന്റെ പ്രവർത്തകരും ഒരുമിച്ച് ഒറ്റതില് 100% വിജയം തന്നെയാണ്. ഈ അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത്. ആ ഒരു അന്തരീക്ഷം കണക്കിലെടുത്താൽ ഇവിടെ എന്തായാലും വിജയിക്കും. അതിനുവേണ്ടി ഒറ്റക്കെട്ടോടെ ഇവിടെ പ്രവർത്തിക്കും. SNDP യൂത്ത് മൂവ്മെന്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയായ റെജിൽ സമുദായ സംഘടനാ രംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒരുപോലെ സജീവ സാന്നിധ്യമാണ്. കൂടാതെ യുവ വ്യവസായി കൂടിയായ റെജിൽ രാഷ്ട്രീയത്തിനതീതമായുള്ള സൗഹൃദം തെരഞ്ഞെടുപ്പിൽ തനിക്ക് ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ഗുരുവായൂർ റോഡിൽ CSI പള്ളിക്ക് സമീപം സജ്ജമാക്കിയ ഓഫീസിന്റെ ഉദ്ഘാടനം CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ നിർവഹിച്ചു. CPI കുന്നംകുളം മണ്ഡലം സെക്രട്ടറി പ്രേംരാജ് ചൂണ്ടലാത്ത അധ്യക്ഷനായി. നടനും സാംസ്കാരിക പ്രവർത്തകനുമായ VK ശ്രീരാമൻ, നോവലിസ്റ്റ് TD രാമകൃഷ്ണൻ, കവിയും ഗാനരചയിതാവുമായ BK ഹരിനാരായണൻ, എഴുത്തുകാരായ സുധീർ പെരുമ്പിലാവ്, ധനേഷ് ആനന്ദൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, കേരള കോൺഗ്രസ് സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം സെബാസ്റ്റ്യൻ ചൂണ്ടൽ, NCP ജില്ലാ സെക്രട്ടറി EA ദിനമണി, CPIM നേതാവ് MK കണ്ണൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ TK വാസു, M ബാലാജി, ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, ഇടതുമുന്നണി നിയോജക മണ്ഡലം സെക്രട്ടറി MN സത്യൻ, സ്ഥാനാർത്ഥി AC മൊയ്തീൻ എന്നിവർ സംസാരിച്ചു. മറ്റു വാർത്തകൾ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പുതിയ മേൽശാന്തിയായി പാലക്കാട് ചെർപ്പളശ്ശേരി തെക്കുംപറമ്പത്ത് മനശ്രീ നിലയത്തിൽ നാരായണൻ നമ്പൂതിരിയെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തു. 20-ലധികം തവണ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും ഇതാദ്യമായിട്ടാണ് അദ്ദേഹം ഗുരുവായൂരിലെ മേൽശാന്തിയാകുന്നത്. നിലവിൽ പാലക്കാട് ഇല്ലിക്കോട്ട് കുരിശി ശിവക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. ഏപ്രിൽ 1 മുതൽ 6 മാസത്തേക്കുള്ള 49 അപേക്ഷകരിൽ നിന്ന് കൂടിക്കാഴ്ചയിൽ യോഗ്യത നേടിയ 35 പേരുടെ പേരുകൾ എഴുതി വെള്ളിക്കുടത്തിലിട്ടതിൽ നിന്ന് നിലവിലെ മേൽശാന്തി മൂർത്തിയടത്ത് മന സുധാകരൻ നമ്പൂതിരിയാണ് നറുക്കെടുത്തത്. ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്ന ശേഷമായിരുന്നു നറുക്കെടുപ്പ്. തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, തന്ത്രി കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥൻ, ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, C മനോജ്, KS ബാലഗോപാൽ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു നറുക്കെടുപ്പ്. നിയുക്ത മേൽശാന്തി മാർച്ച് 31 രാത്രി സ്ഥാനമേൽക്കും. അതിന് മുൻപ് 12 ദിവസം ക്ഷേത്രത്തിൽ ഭജനമിരിക്കും. ഏപ്രിൽ 1 മുതൽ 6 മാസമാണ് കാലാവധി. ഗുരുവായൂർ ഇങ്ങനെ അനുഗ്രഹിച്ചതിൽ വലിയ സന്തോഷം. ഗുരുനാഥന്മാരുടെയും അച്ഛനമ്മമാരുടെയും ഞാനിപ്പോൾ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിലെ മഹാദേവൻ്റെയും ഗുരുവായൂരപ്പൻ്റെയൊക്കെ വലിയ അനുഗ്രഹം. അതുകൂടാതെ അച്ഛൻ കുറേ വർഷം ഇളന്തിരുത്തി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മേൽശാന്തിയായിരുന്നു. ആ അച്ഛൻ്റെയും ആ മഹാവിഷ്ണു ഭഗവാന്റെയൊക്കെ അനുഗ്രഹമായിട്ടാണ് ഈ ഒരു ഭാഗ്യം കൈവന്നതെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. അച്ഛനമ്മമാരുടെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം. മണത്തലയിൽ പോലീസ് ജീപ്പും മിനിലോറിയും കൂട്ടിയിടിച്ച് 5 പേർക്ക് പരിക്ക്. ചാവക്കാട് പോലീസ് സ്റ്റേഷനിലെ SI-മാരായ ബാസിത്ത്, ആഷിഫ്, സുദർശന, പോലീസ് ഡ്രൈവർ അമർ, മിനിലോറി ഡ്രൈവറായ സാദിഖ് എന്നിവർക്കാണ് പരിക്ക്. ഇന്നുച്ചയ്ക്ക് മണത്തല മടയക്കടവിൽ വെച്ചായിരുന്നു അപകടം. പരിക്കേറ്റവരെ ടോട്ടൽ കെയർ ആംബുലൻസുകളിൽ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലോറികൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. കേച്ചേരി ചെറുനല്ലൂരിൽ കൂമ്പുഴ പാലത്തിന് സമീപത്ത് വെച്ചുണ്ടായ അപകടത്തിൽ 2 ലോറികളുടെയും ഡ്രൈവർമാർക്കാണ് പരിക്ക്. കോട്ടയം പൂരണി സ്വദേശി മുഗാലക്കുന്നിൽ വീട്ടിൽ സെബാസ്റ്റ്യൻ മകൻ മനു, വയനാട് മക്കിയാട് സ്വദേശി പന്തപ്പിലാവിൽ വീട്ടിൽ പൊക്കൻ മകൻ സുജിത്ത് എന്നിവർക്കാണ് പരിക്ക്. ചൊവ്വാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു അപകടം. പരിക്കേറ്റവരെ കേച്ചേരി എക്സ് പ്രവർത്തകർ മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൊവ്വാഴ്ച രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിൽ അണ്ടത്തോട് പ്രിയദർശിനി റോഡിൽ ഓടിട്ട വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തേക്ക് ഓടിയതിനാൽ വലിയ അപകടം ഒഴിവായി. പുന്നൂർക്കുളം 19-ാം വാർഡിൽ മാക്കാലിക്കൽ കുഞ്ഞുമോന്റെ മക്കൾ താമസിക്കുന്ന ഓടിട്ട വീടാണ് തകർന്നു വീണത്. വീട് തകർന്നതോടെ കുടുംബവും ബുദ്ധിമുട്ടിലായി. കൂലിപ്പണിക്ക് പോയാണ് നിത്യജീവിതം കഴിയുന്നത്. ഇതിനിടെ വീട് തകർന്നതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ അവസ്ഥയിലാണ് കുടുംബം. വിവരമറിഞ്ഞ് വാർഡ് മെമ്പർ MV ഷിനോദ് സ്ഥലത്തെത്തി. ശക്തമായ കാറ്റിലും മഴയിലും കല്ലുംപുറം ചാലിശ്ശേരി റോഡിലേക്ക് മരം കടപുഴകി വീണു. വാഹനങ്ങൾ കടന്നു പോകാത്തതിനാൽ അപകടം ഒഴിവായി. മരം പൂർണ്ണമായും റോഡിലേക്ക് വീണതോടെ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു.
നാട്ടുകാർ ചേർന്ന് താൽക്കാലികമായി മരം മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. എന്നാൽ മരത്തിന്റെ ശിഖരങ്ങൾ റോഡരികിലേക്ക് ചാഞ്ഞു നിൽക്കുന്നതിനാൽ ഇരുചക്ര വാഹന യാത്രികർക്കുൾപ്പെടെ അപകട ഭീഷണിയാണ്. അപകട സൂചനയായി നാട്ടുകാർ ചാക്ക് വെച്ചാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ശക്തമായ മഴയും കാറ്റും തുടരുമെന്ന കാലാവസ്ഥാ പ്രവചനം നിലനിൽക്കെ റോഡരികിലെ സ്വകാര്യ പറമ്പുകളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ അടിയന്തരമായി നീക്കം ചെയ്യാൻ അധികൃതർ നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ശക്തമായ കാറ്റിൽ ഓടിട്ട വീടിന് മുകളിലേക്ക് മരം മുറിഞ്ഞു വീണ് വീട് പൂർണ്ണമായും തകർന്നു. ഗൃഹനാഥൻ ഉൾപ്പെടെ 2 പേർക്ക് പരിക്ക്. വന്നേരി മാവിൻ ചുവട് കോതോട് കളം റോഡിൽ താമരശ്ശേരി അറുമുഖന്റെ വീടിന് മുകളിലേക്കാണ് സമീപത്തെ മാവിന്റെ കൊമ്പ് പൊട്ടി വീണത്. ഇന്ന് പുലർച്ചെ 1 മണിക്കാണ് സംഭവം. അറുമുഖനും ഭാര്യ വനജയ്ക്കുമാണ് പരിക്ക്. ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടിയതുകൊണ്ടാണ് ഇവർ വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. ചുമരുകളും നിലം പതിച്ചു. TV, ഫ്രിഡ്ജ് അടക്കം വീട്ടുപകരണങ്ങൾക്കും നാശം സംഭവിച്ചു. ചുവരുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. പുന്നൂർക്കുളം പഞ്ചായത്ത് സെക്രട്ടറി ശ്രീലത, വില്ലേജ് ഓഫീസർ രജിത്ത്, പഞ്ചായത്ത് പ്രസിഡന്റ് TK ഹസൻ, വാർഡ് മെമ്പർ ഹസീന അബു താഹിർ എന്നിവർ സന്ദർശിച്ചു. വേലൂർ ഫൊറോന പള്ളിയിൽ മെയ് 7-8 തീയതികളിൽ നടക്കുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ ഊട്ടുതിരുനാളിന്റെ ഭാഗമായി തിരുനാൾ കമ്മിറ്റി ഓഫീസ് തുറന്നു. വികാരി ഫാദർ ജെയ്സൺ തെക്കുംപുറം ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് വികാരി ജോൺ പേരാമംഗലം, ജനറൽ കൺവീനർ CD സൈമൺ, പബ്ലിസിറ്റി കൺവീനർ സാബു കുറ്റിക്കാട്, ട്രസ്റ്റി CO ഡേവിസ്, കുര്യാക്കോസ്, PA ജോജു, ജോസഫ്, കേന്ദ്ര സമിതി കൺവീനർ PP യേശുദാസ് എന്നിവർ സംബന്ധിച്ചു. ചിറളയം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ രാമനവമി പ്രതിഷ്ഠാദിന മഹോത്സവം മാർച്ച് 25 മുതൽ മാർച്ച് 29 വരെയുള്ള ദിവസങ്ങളിൽ ക്ഷേത്ര ചടങ്ങുകളോടെയും കലാപരിപാടികളോടെയും കൂടി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രിയും മുൻ ഗുരുവായൂർ മേൽശാന്തിയുമായ മഠത്തിൽ മുണ്ടയൂർ നാരായണൻ നമ്പൂതിരി കാർമ്മികത്വം വഹിക്കും. രാമനവമി ദിവസമായ മാർച്ച് 26 വ്യാഴാഴ്ച വൈകിട്ട് 6 മണിക്ക് ആലപ്പുഴ ചിന്മയ മിഷൻ അവതരിപ്പിക്കുന്ന ഭക്തിപ്രഭാഷണത്തോടെ കലാപരിപാടികൾ ആരംഭിക്കും. തുടർന്ന് 7 മണിയോടെ ക്ലാസിക്കൽ ഡാൻസും തിരുവാതിരക്കളിയും ഉൾപ്പെടുന്ന നൃത്തസന്ധ്യയും ഉണ്ടാകും. മാർച്ച് 27 വെള്ളിയാഴ്ച പ്രതിഷ്ഠാ ദിവസം ക്ഷേത്രത്തിൽ രാവിലെ 7 മണി മുതൽ നവകം, പഞ്ചഗവ്യം, കളഭം അഭിഷേകങ്ങൾ, വിശേഷാൽ ഹോമങ്ങൾ, ശ്രീഭൂതബലി, ചതുശത പായസ നിവേദ്യം, നടക്കൽപ്പറ എന്നിവയുണ്ടാകും. അന്നേ ദിവസം രാവിലെ 8:30 മുതൽ ശ്രീരാമസംഗീത മണ്ഡപത്തിൽ കമനി S വർമ്മ തൃപ്പൂണിത്തുറയും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചരത്ന കീർത്തനാലാപനവും ഉണ്ടാകും. 2026 മാർച്ച് 26 വ്യാഴാഴ്ച വൈകിട്ട് 6 മണിക്ക് ആലപ്പുഴ ചിന്മയ മിഷൻ അവതരിപ്പിക്കുന്ന ഭക്തിപ്രഭാഷണത്തോടുകൂടി കലാപരിപാടികൾ ആരംഭിക്കും. തുടർന്ന് 7 മണിയോടെ ക്ലാസിക്കൽ ഡാൻസും തിരുവാതിരക്കളിയും ഉൾപ്പെടുന്ന നൃത്തസന്ധ്യയും ഉണ്ടായിരിക്കുന്നതാണ്. 2026 മാർച്ച് 27 തീയതി വെള്ളിയാഴ്ച പ്രതിഷ്ഠാദിന ദിവസം ക്ഷേത്രത്തിൽ രാവിലെ 7 മണി മുതൽ നവകം, പഞ്ചഗവ്യം, കളഭം അഭിഷേകങ്ങൾ, വിശേഷാൽ ഹോമങ്ങൾ, ശ്രീഭൂതബലി, ചതുശത പായസ നിവേദ്യം, നടക്കൽപ്പറ എന്നിവ ഉണ്ടായിരിക്കും. അന്നേ ദിവസം രാവിലെ 8:30 മുതൽ. തുടർന്ന് 10:30 മുതൽ കലാമണ്ഡലം ചന്ദ്രൻ പെരിങ്ങോടും സംഘവും അവതരിപ്പിക്കുന്ന മേജർ സെറ്റ് പഞ്ചവാദ്യം, 11 മണിക്ക് പ്രസാദഊട്ട്, വൈകിട്ട് നെയ്യ് മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ ചുറ്റുവിളക്ക്, നിറമാല എന്നീ ചടങ്ങുകളും നാരായണമംഗലത്തുമന ഡോക്ടർ ഇരവി നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ പുണർത്തംവാരവും നടത്തും. മാർച്ച് 28 ശനിയാഴ്ച വൈകിട്ട് 6:30 മുതൽ ശ്രീരാമ സംഗീത മണ്ഡപത്തിൽ കൈകൊട്ടിക്കളി, വീരനാട്യം തുടങ്ങി വിവിധ നൃത്തരൂപങ്ങളുടെ സമന്വയമായ കലാസന്ധ്യ അരങ്ങേറും. മാർച്ച് 29 ഞായറാഴ്ച രാവിലെ 8:30 മുതൽ വൈകിട്ട് 5:30 വരെ നടക്കുന്ന സംഗീതോത്സവത്തിൽ നിരവധി സംഗീതജ്ഞർ പങ്കെടുക്കും. തുടർന്ന് 6:30 മുതൽ ക്ലാസിക്കൽ ഡാൻസ്, തിരുവാതിരക്കളി, വീരനാട്യം എന്നിവ ഉൾപ്പെടുന്ന നൃത്തനൃത്യങ്ങളോടുകൂടി ഈ വർഷത്തെ രാമനവമി പ്രതിഷ്ഠാദിന ആഘോഷ പരിപാടികൾക്ക് സമാപനമാകുമെന്ന് ക്ഷേത്രഭരണസമിതി പ്രസിഡന്റ് EK പ്രഭാകരൻ, സെക്രട്ടറി അഡ്വക്കേറ്റ് EM കരുണപ്രസാദ്, കമ്മിറ്റി അംഗങ്ങളായ ജയൻ കോലഴി, ആനന്ദൻ കരുമത്ത് എന്നിവർ അറിയിച്ചു. പൊന്നാനിക്കോളിലെ പ്രധാന ജലസ്രോതസ്സായ നൂറടിത്തോട് വറ്റുന്നതുമൂലം പുഞ്ച കർഷകർക്ക് ആശങ്ക. പുന്നൂർക്കുളം, പരൂർ, ഉപ്പുങ്ങൽ കോൾപ്പടവുകളിലെ 900 ഏക്കർ പുഞ്ചകൃഷിയാണ് വെള്ളം ലഭിക്കാതായതോടെ പ്രതിസന്ധിയിലായത്. ഏകദേശം 2 ആഴ്ചയോളം വരെ നെല്ലിന് വെള്ളം ആവശ്യമാണ്. എന്നാൽ 3-4 ദിവസങ്ങൾക്കകം തോട്ടിലെ വെള്ളം പൂർണ്ണമായി വറ്റുമെന്ന് കർഷകർ പറയുന്നു. പരൂർ പടവിൽ കതിർ വരാൻ പാകമായ നെൽച്ചെടികൾക്ക് കൂടുതൽ വെള്ളം വേണ്ടിവരുന്ന സമയമാണ് ഇപ്പോൾ.
ഉപ്പുങ്ങൽ കടവ് പാലത്തിന് സമീപം വെള്ളം ചെറിയ ചാലുകളിലൂടെ എത്തിച്ച് പമ്പിംഗ് നടത്തുകയാണ് ചെയ്യുന്നത്. വെള്ളം ലഭിക്കാത്തതിനാൽ ചില ഭാഗങ്ങളിൽ നെല്ല് ഉണക്ക ഭീഷണിയിലാണ്. ആവശ്യത്തിന് വെള്ളം ലഭിക്കാത്തത് നെല്ലിന്റെ വിളവിനെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് കർഷകർ. മതസൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം പകർന്ന് കുന്നംകുളം പ്രസ് ക്ലബ്ബിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. പ്രസ് ക്ലബ്ബ് ഹാളിൽ നടന്ന സംഗമത്തിൽ KT ഷാജൻ മാസ്റ്റർ അധ്യക്ഷനായി. സുന്നി ടൗൺ ജുമാ മസ്ജിദ് ഖത്തീബ് നിസാർ അലി വാഫി ഇഫ്താർ സന്ദേശം നൽകി. നോമ്പുകാലം പകർന്നു നൽകുന്ന ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും വിശുദ്ധി ജീവിതത്തിൽ പകർത്തുവാൻ ഏവർക്കും സാധിക്കണമെന്ന് അദ്ദേഹം സന്ദേശത്തിൽ പറഞ്ഞു. പ്രസ് ക്ലബ്ബ് സെക്രട്ടറി അജ്മൽ ചമ്മന്നൂർ, നിർവാഹക സമിതി അംഗം സുധീഷ് മേക്കാട്ടിൽ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ജോയിന്റ് സെക്രട്ടറി അഖിൽ രാമപുരം, നിർവാഹക സമിതി അംഗം ജോസ് മാളിയക്കൽ, പ്രസ് ക്ലബ്ബ് അംഗങ്ങളായ C സജിത്ത്, സുമേഷ് P വിൽസൺ, മുകേഷ് കൊങ്ങണൂർ, രവീന്ദ്രനാഥ് കൂനത്ത്, ND ബിനീഷ്, ബീമോൻ തുടങ്ങിയവർ സംബന്ധിച്ചു. 2024 സംസ്ഥാന ഫോക്ലോർ അക്കാദമി അവാർഡ് സുന്ദരൻ മുൺട്രക്കോടിന്. അനുഷ്ഠാന ആചാരകലയായ മലവഴിയാട്ടമാണ് സുന്ദരനെ അവാർഡിന് അർഹനാക്കിയത്. വർഷങ്ങളായി കലാരംഗത്ത് പ്രവർത്തിച്ചു വരുന്ന സുന്ദരൻ ചാലിശ്ശേരി KSEBയിലെ ജീവനക്കാരനാണ്. പൂരത്തെയും മലവഴിയാട്ടത്തെയും ആസ്പദമാക്കി ചോപ്പനിറക്കം എന്ന പേരിൽ പുസ്തകവും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അടുത്ത പുസ്തകമായ പേമോഗം പ്രകാശനത്തായി ഒരുങ്ങുകയാണ്. മുൻപ് സഹോദരൻ മോഹനനും ഫോക്ലോർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. തറവാട്ടിലേക്ക് 2 തവണ അംഗീകാരം എത്തിയതിലുള്ള ആഹ്ലാദത്തിലാണ് ആനക്കര സുന്ദരൻ മുൺട്രക്കോടിന്റെ കുടുംബം. വേലൂർ പഞ്ചായത്ത് ഹിന്ദു ഏകതാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഹിന്ദു ഏകതാ സമ്മേളനം നടന്നു. വേലൂർ കാരങ്ങൽ ഓഡിറ്റോറിയത്തിൽ നടത്തിയ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ സജീവൻ മാസ്റ്റർ അധ്യക്ഷനായി. രാഷ്ട്രീയ സ്വയംസേവക സംഘം പ്രാന്തീയ സഹവ്യവസ്ഥാ പ്രമുഖ ET വിജയമോഹൻ മുഖ്യപ്രഭാഷണം നടത്തി. സ്വാഗത സംഘം രക്ഷാധികാരി ഡോക്ടർ OS കൃഷ്ണൻ നമ്പൂതിരി ആശംസകൾ അറിയിച്ചു. തുടർന്ന് വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ആദരിച്ച് സമാദരണ സദസ്സുമുണ്ടായി. തുടർന്ന് കലാസന്ധ്യയും അരങ്ങേറി. സമ്മേളനത്തിന് PK ശിവദാസ് സ്വാഗതവും നിതീഷ് നന്ദിയും പറഞ്ഞു. നവ്യ നന്ദകുമാറിനെ കേരള ലളിതകലാ അക്കാദമി സ്കോളർഷിപ്പ്. കേരള ലളിതകലാ അക്കാദമി കലാവിദ്യാർത്ഥികൾക്ക് നൽകുന്ന 2025-2026 സ്കോളർഷിപ്പുകൾ പ്രഖ്യാപിച്ചു. പ്രശസ്ത ശില്പി KP കൃഷ്ണകുമാറിന്റെ നാമധേയത്തിലുള്ള 15,000 രൂപയുടെ സ്കോളർഷിപ്പ് നവ്യ നന്ദകുമാറിന് ലഭിച്ചു. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല ബാച്ചലർ ഓഫ് ഫൈൻ ആർട്സ് ശില്പകലാ വിദ്യാർത്ഥിയാണ് നവ്യ. പ്രശസ്ത ദാരുശില്പി ഇളവള്ളി നന്ദന്റെയും ശ്വേത നന്ദന്റെയും മകളായ നവ്യ നന്ദകുമാർ അന്തരിച്ച പ്രശസ്ത ദാരുശില്പി ഇളവള്ളി നാരായണാചാര്യയുടെ കൊച്ചുമകളാണ്. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,460 രൂപ. സ്വർണം പവന് 1,15,680 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 270 രൂപ. ചർമ്മം. പെരുമ്പിലാവ് ഫാൽക്കൺ മാളിന് പുറകിൽ താമസിക്കുന്ന പള്ളിത്തെരുവിൽ ഷെരീഫ് നിര്യാതനായി. 61 വയസ്സായിരുന്നു. പെരുമ്പിലാവ് കലാ ഹെയർ ഡ്രസ്സസ് എന്ന സ്ഥാപനത്തിന്റെ ഉടമയാണ്. കബറടക്കം ജന്മനാടായ ഒറ്റപ്പാലം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. സുബൈദ ഭാര്യയും ഇബ്രാഹിം, ബാദുഷ, ബൽക്കീസ്, ബനാഷിറ എന്നിവർ മക്കളുമാണ്. കേച്ചേരി പറപ്പൂക്കാവ് പായിടത്ത് ശങ്കരൻ മകൻ ജയൻ നിര്യാതനായി. 62 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. നിർമ്മല ഭാര്യയും സാംജിത്ത്, ശില്പ എന്നിവർ മക്കളുമാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. KPCC ജനറൽ സെക്രട്ടറി PT അജയ് മോഹൻ കുന്നംകുളത്ത് UDF സ്ഥാനാർത്ഥിയായേക്കും. പ്രഖ്യാപനം വൈകില്ലെന്ന സൂചന. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് ശേഷം കുന്നംകുളത്ത് ആവേശകരമായ സ്വീകരണവും റോഡ് ഷോയും ഒരുക്കുവാൻ UDF നേതൃത്വം. കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിനായി പോരാട്ടം നയിക്കാൻ KR റജിൽ. മണ്ഡലത്തിൽ സ്ഥിരമായി മത്സരിച്ചിരുന്ന BJP ഇക്കുറി സഖ്യകക്ഷിയായ BDJSന് സീറ്റ് നൽകിയതോടുകൂടിയാണ് തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കൂടിയായ റജിലിന് സ്ഥാനാർത്ഥിത്വം ലഭിച്ചത്. കന്നി അംഗത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് KR റജിൽ. ഗുരുവായൂർ ക്ഷേത്രം മേൽശാന്തിയായി ചെറുപ്പളശ്ശേരി തെക്കുംപറമ്പത്ത് നാരായണൻ നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു. മേൽശാന്തിയാകുന്നത് ഇതാദ്യം. ഏപ്രിൽ 1-ന് ചുമതലയേൽക്കും.
മണത്തലയിൽ പോലീസ് ജീപ്പും മിനി ലോറിയും കൂട്ടിയിടിച്ച് 5 പേർക്ക് പരിക്ക്. ചാവക്കാട് സ്റ്റേഷനിൽ SI-മാരായ ബാസിത്ത്, ആഷിഫ്, സുദർശന, ഡ്രൈവർ അമർ, മിനി ലോറി ഡ്രൈവർ സാദിഖ് എന്നിവർക്കാണ് പരിക്ക്. ബുധനാഴ്ച പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടങ്ങൾ. അണ്ടത്തോട് പ്രിയദർശിനി റോഡിൽ ഓടിട്ട വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. കല്ലുംപുറം ചാലിശ്ശേരി റോഡിലേക്ക് മരം കടപുഴകി വീണു. കാർഷിക മേഖലയിലും നാശനഷ്ടങ്ങൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.